നമ്മൾ സാധാരണ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ കിച്ചടിയും പച്ചടിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വെള്ളരിക്ക വെച്ചിട്ട് ഒരു കിച്ചടി കാണാം. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക ഇതേപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞേക്കുന്നതാണ്. ഇത് 1 കപ്പുണ്ട്. ഒരു വെള്ളരിക്കയുടെ ഒരു 1/4 ഭാഗം എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 8 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, ഇതേപോലെ വട്ടത്തിലരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. 8 എണ്ണം. പച്ചമുളക് ആവശ്യത്തിനിടാം. ഞാൻ 1 പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്, അത് വട്ടത്തിലരിഞ്ഞത്. കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കും. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ഉണ്ടാകത്തുള്ളൂ, നീളത്തിലരിഞ്ഞത്. ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് വെള്ളരിക്കയൊക്കെ. അതിന് പകരം നീളത്തിലോ ചെറിയ സ്ക്വയർ പീസായിട്ടോ ഒക്കെ വേണമെങ്കിലും അരിയാം, നമ്മുടെ ഇഷ്ടം പോലെ അരിയാം. ഞാൻ എടുത്ത രീതി ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. വെള്ളരിക്ക നന്നായിട്ട് വേവണം, അതുവരെ കുക്ക് ചെയ്യാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, ഇതിലേക്ക് 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം. നമ്മളിവിടെ പച്ചമുളക് കിട്ടും, അതിന് പകരം വേണേൽ കാന്താരി അരയ്ക്കാൻ നേരത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഇത്രയും സാധനങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ചിലർ കടുക് ഇതിൻ്റെ കൂടെ ചേർക്കും. ഞാൻ കടുക് സെപ്പറേറ്റ് ആയിട്ട് ചതച്ച് ചേർക്കത്തേ ഉള്ളൂ. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. വെള്ളരിക്ക കുറച്ചുകൂടെ വേവാനുണ്ട്. നല്ല സോഫ്റ്റ് അതുവരെ കുക്ക് ചെയ്യാം. അപ്പം തീ കുറച്ച് വെച്ച് കുക്ക് ചെയ്യുമായിരുന്നു. ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കിയാൽ വെള്ളമൊക്കെ അതിൻ്റെ 1/4 ഭാഗവും പറ്റിയിട്ടുണ്ട്. വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. തീ കുറച്ച് വെച്ച് അരക്കുക. ഈ അരപ്പൊന്ന് വേവണം. കുറച്ച് നേരം കൂടെ വെക്കാം. നമ്മൾ തേങ്ങ ചേർത്ത് അതും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കിച്ചടിക്കകത്ത് മെയിനായിട്ടുള്ളത് നമുക്ക് കടുക് പരിപ്പ് ചേർക്കാനായിട്ടുണ്ട്. കടുക് ചതച്ചത് ഒരു 1/2 ടീസ്പൂൺ കടുക് ചതച്ച് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഓഫ് ചെയ്യാം. അത് മെയിനായിട്ട് നമുക്ക് വേണ്ടത് തൈരാണല്ലോ. തൈര് 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചിനകത്തേക്ക് ചേർക്കാം. ടേസ്റ്റ് ചെയ്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പൊടിക്ക് ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി അടുത്തായിട്ട് ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കാനായിട്ട് നമ്മൾ കടുക് വറുത്ത് ചേർക്കും. അതിനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയ്ക്കകത്ത് വേണേൽ കടുക് വറുത്താലും നല്ല ടേസ്റ്റിയാണ്. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 1 ചുമന്നുള്ളി നീളത്തിലരിഞ്ഞത്. ചുമന്നുള്ളി ഒന്ന് ബ്രൗൺ ആകുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് കീറിയിടാം. കൂടാതെ കുറച്ച് കറിവേപ്പിലയും. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു നുള്ള ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. ഇത് നമുക്ക് കിച്ചടിയിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ വെള്ളരിക്ക കിച്ചടി റെഡിയാണ്. ചില സ്ഥലങ്ങളിൽ കോട്ടയം, തിരുവല്ല സൈഡിലോട്ടൊക്കെ പച്ചടി എന്നും പറയാറുണ്ട്.
അപ്പോൾ ഈ രീതിയിൽ നമ്മളിപ്പം ഞാനിപ്പോൾ കൽച്ചട്ടി തന്നെയാണ് വെച്ചേക്കുന്നത്, കാരണം ഇത് നല്ല ചൂടാണ്. ആ ചൂട് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് കിട്ടും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അയവിലാണ് ഇരിക്കുന്നത്. അത് ചൂടാറുമ്പോഴത്തേക്ക് നല്ല പാകത്തിന് ആയിക്കോളും. ഇപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പം തലേദിവസം വേണമെങ്കിൽ ഇത് ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പാകത്തിന് തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.